തിരുവല്ല പെരിങ്ങരയിൽ ഒരു മിണ്ടാപ്രാണിയുടെ ജീവൻ രക്ഷിക്കാൻ നാടൊന്നടങ്കം കൈകോർത്ത സംഭവം വാർത്തകളിൽ ശ്രദ്ധ നേടുന്നു. തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും തലനാടിരയ്ക്ക് രക്ഷപ്പെടാൻ ഓടിയ പൂച്ചയാണ് പെരിങ്ങര തോപ്പിൽ വീട്ടിൽ പരേതനായ സുരേന്ദ്രന്റെ വീട്ടിലെ കിണറ്റിൽ വീണത്. ഞായറാഴ്ച രാത്രി 7 മണിയോടെ നടന്ന ഈ സംഭവം പ്രദേശവാസികൾക്കിടയിൽ വലിയ ഉദ്വേഗമാണ് സൃഷ്ടിച്ചത്. ഏകദേശം 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂച്ചയെ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കാൻ സാധിച്ചതും. പെരിങ്ങര PMV സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ വീട്ടിലെ 15 അടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് പൂച്ച വീണത്. രാത്രിയുടെ മറവിൽ നായിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ ഓടിയ പൂച്ച കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. സുരേന്ദ്രന്റെ ഇളയ മകളാണ് കിണറ്റിൽ നിന്നും അസ്വാഭാവികമായ ശബ്ദം കേട്ട് പരിശോധിച്ചപ്പോൾ പൂച്ച വീണ് കിടക്കുന്നത് ആദ്യം കണ്ടത്. വീട്ടുകാർ ഉടൻ തന്നെ വെള്ളം കോരുന്ന തൊട്ടിയും കയറും ഉപയോഗിച്ച് പൂച്ചയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭയന്നുപോയ പൂച്ച തൊട്ടിയിൽ കയറാൻ തയ്യാറായില്ല. വീട്ടുകാരുടെ ശ്രമം പരാജയപ്പെട്ടതോടെ അവർ വാർഡ് മെമ്പർ അനീഷ് ചന്ദ്രനെ വിവരം അറിയിച്ചു. അദ്ദേഹം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും സമീപവാസികളായ ജിക്കി തോമസ്, അഖിൽ എന്നിവരുടെ സഹായം തേടുകയും ചെയ്തു. കിണറ്റിലെ വെള്ളത്തിലിരുന്ന പൂച്ചയെ രക്ഷിക്കാൻ ഇവരിൽ ഒരാൾ കിണറ്റിൽ ഇറങ്ങാൻ തയ്യാറായി. എന്നാൽ ആളനക്കം കണ്ടതോടെ കൂടുതൽ ഭയന്ന പൂച്ച കിണറ്റിന്റെ പാർശ്വഭാഗത്തെ പൊത്തിനുള്ളിൽ ഒളിക്കുകയായിരുന്നു. ഇത് രക്ഷാപ്രവർത്തനം കൂടുതൽ സങ്കീർണമാക്കി. രാത്രി ആയതിനാൽ കിണറ്റിലെ വെളിച്ചക്കുറവും തണുപ്പും പൂച്ചയുടെ ജീവന് ഭീഷണിയാകുമെന്ന് നാട്ടുകാർ ഭയന്നു. നാട്ടുകാരുടെ ശ്രമങ്ങൾ വിഫലമായതോടെയാണ് പ്രൊഫഷണൽ റെസ്ക്യൂ ടീം അംഗങ്ങളായ ബാബു, ജയേഷ് എന്നിവരെ വിവരമറിയിച്ചത്. സമാനമായ ഒട്ടനവധി സാഹചര്യങ്ങളിൽ ഇടപെട്ട് പരിചയമുള്ള ഇവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി. ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളുമായി അവർ കിണറ്റിലിറങ്ങി. പൊത്തിനുള്ളിൽ ഒളിച്ചിരുന്ന പൂച്ചയെ വളരെ തന്ത്രപരമായും കരുതലോടെയും അവർ പിടികൂടി. ഒടുവിൽ രാത്രി 8:30യോടെ പൂച്ചയെ സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു.